കർത്താവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിൽ നിങ്ങളോടുകൂടെ കർത്താവ് എനിക്കും തന്ന കൂട്ടായ്മയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു വർഗീസ്, എൻ്റെ സ്നേഹിതൻ ലീനു കുടുംബം, കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. പ്രിയ ലീനു സാക്ഷ്യം പറഞ്ഞതുപോലെ എൻ്റെ പിതാവും എൻ്റെ പിതാവും വളരെ സ്നേഹിതന്മാരായിരുന്നു. ബോംബെയിൽ ഉല്ലാസ്നഗറിലാണ് ഞാൻ ജനിച്ചു വളർന്നതെല്ലാം. എൻ്റെ പിതാവിൻ്റെ ദൈവകൃപയാൽ ഉല്ലാസ്നഗറിൽ ആദ്യമായി സിന്ധികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കർത്താവ് കൃപ കൊടുത്തു. അങ്ങനെ അനേകം സിന്ധി ആൾക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് എന്ന് ഇടയാക്കി. അന്ന് ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്. എന്നാൽ തൻ്റെ പിതാവ് വന്ന് പ്രാർത്ഥിക്കുന്നതും എനിക്ക് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതുപോലെ ഓർമ്മയുണ്ട്. രണ്ട് പിതാക്കന്മാരും കർത്താവിൽ നിന്ന് നിദ്ര കൊള്ളുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നത് പല കാര്യങ്ങളും റീകളക്റ്റ് ഒക്കെ ചെയ്യുവാൻ ഇടയാക്കി. ലീലുവിനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. താൻ പറഞ്ഞതുപോലെ ഞാൻ ആക്ച്വലി ഷാർജയിലും ഫുജറയിലും ഞങ്ങൾ 2-3 പ്രവർത്തനങ്ങളുണ്ട്. അവിടെ ദൈവസഭയോടുള്ള കൂട്ടായ്മയിലാണ് ഞാൻ ആയിരിക്കുന്നത്. അപ്പം ഷാർജ സഭ വിട്ട് അങ്ങനെ ഞാൻ പൊതുവെ വെളിയിൽ അങ്ങനെ പോകാറില്ല. അപ്പം എന്നെ ലീലു ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കും ദൈവഹിതമാണെങ്കിൽ മാത്രം. ഇഫ് ഇറ്റ് ഇസ് ലോർഡ് ഈസ് ലീഡിങ് യു, അതർവൈസ് ഐ വോണ്ട് ബി കമ്മിങ്. അപ്പം താൻ രണ്ടാമതും അതിനെ ക്ഷണിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവനിയോഗത്തോടെയാണ് ഞാൻ വരുന്നത്. നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കാം. എടുക്കുവാതിലൂടെ അകത്തു കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു. ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. വളരെ പരിചയമുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ധ്യാനത്തിന് വേണ്ടിയെടുക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള ചുരുങ്ങിയ സമയത്തിൽ ഹൃദയത്തിൽ കർത്താവ് പ്രേരിപ്പിച്ച ചില ചിന്തകൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പർവ്വത പ്രസംഗം എന്ന് പറയുന്ന 5, 6, 7 മത്തായി 5, 6, 7 അധ്യായങ്ങളാണ് പർവ്വത പ്രസംഗം എന്ന് നമുക്ക് പൊതുവെ നാം അറിയുന്നത്. അത് വിളിക്കാൻ കാരണം 5-1 കർത്താവ് പുരുഷാരത്തെ കണ്ടപ്പോൾ പർവ്വതത്തിൽ കയറി ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു, ഇരുവായി മുഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത്. അപ്പം പ്രൈമറിലി ഈ പർവ്വത പ്രസംഗത്തിലുള്ള കാര്യങ്ങൾ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ശിഷ്യന്മാരാണ്. അതിനുശേഷം 7:28 വായിക്കുമ്പോൾ താൻ പറഞ്ഞതിന് ശേഷം പുരുഷാരം തന്റെ ഈ ഉപദേശത്തിൽ എന്ത് ചെയ്തു? ഇപ്പൊ പുരുഷാരം കേൾക്കുന്നുണ്ട്, പക്ഷെ അവർ പ്രൈമറി ഓഡിയൻസ് അല്ല. ദൈവരാജ്യത്തിൽ കടന്നു വന്ന ദൈവമക്കൾ ഇനി എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യമാണ് മത്തായി 5, 6, 7 അധ്യായങ്ങൾ നമുക്ക് കാണുന്നത്. ഞാൻ ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു മുഖവര പറഞ്ഞതിന് ശേഷം വന്നെങ്കിലേ അത് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമുക്കറിയാം, മത്തായി 4:17 വാക്യത്തിൽ യേശു പ്രസംഗിച്ച് തുടങ്ങിയത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക. എന്താ ഈ സ്വർഗരാജ്യം? എന്താ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്? സ്വർഗരാജ്യം, വൈഡ് ഹെവൻ. ഞാൻ പണ്ട് മനസ്സിലാക്കിയിരുന്നത് യഹൂദന്മാര് ദൈവം എന്നുള്ള വാക്ക് വായ കൊണ്ട് ഉച്ചരിക്കത്തില്ലായിരുന്നു ബഹുമാനം സൂചകമായി. അതുകൊണ്ടാണ് മത്തായി യഹൂദന്മാർക്ക് എഴുതിയത് കൊണ്ട് സ്വർഗരാജ്യം എന്ന് എഴുതിയത്. പക്ഷേ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി അതങ്ങനെയല്ല. പാപത്തിൽ വീഴുന്നതിന് മുൻപ് സ്വർഗവും ഭൂമിയും ഒന്നായിരുന്നു. Heaven and earth was one. ദൈവം മനുഷ്യനോട് നേരിട്ട് ഇടപെട്ട സമയം, the communion with man, ഊഷ്മളമായിരിക്കുന്ന ബന്ധമായിരുന്നു ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. മനുഷ്യനുമായിട്ടുള്ള ബന്ധവും മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ള ബന്ധവും ഒരു ആലയം വേണ്ടാത്ത, നോ നീഡ് ഓഫ് ടെമ്പിൾ, ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ വേണ്ടാത്തൊരു ബന്ധം. അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം.
ഇല്ലേ? ഇടയ്ക്ക് എന്തെങ്കിലും വേണം? ഒന്നും വേണ്ട. എന്തോ അത്? What a life is that? എന്നാൽ പാപത്തിന് ശേഷം ആലയം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി. എന്താ കാരണം? ഈ പാപിയായിരിക്കുന്ന മനുഷ്യന് ദൈവത്തിന്റെ അടുക്കലേക്ക് അവന്റെ ആ പാപം വെച്ച് നീതിമാനായ പരിശുദ്ധനായ ദൈവത്തിന് മുമ്പാകെ ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോ അവന് വരണമെങ്കിൽ ദൈവം തന്നെ ചില കാര്യങ്ങൾ പറയും. ആ കാര്യം അനുസരിച്ച് വന്നാൽ നിനക്ക് എന്റെ മുമ്പിൽ വരാം. അത് എല്ലാവർക്കും വരാൻ പറ്റത്തുമില്ല, അല്ലേ? അപ്പൊ അങ്ങനെ ഈ ടെമ്പിൾ, ആലയം എന്നുള്ള കോൺസെപ്റ്റ് വന്നു. അങ്ങനെ മനുഷ്യർ ആലയത്തിൽ ചെന്ന് ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം, അവരുടെ പാപമോചനം എല്ലാം അവിടെ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 1:14 പറയുന്നത് വായിച്ചു. യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ. ഒരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് the word tabernacle among us എന്ന് പറഞ്ഞാൽ വചനം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ഇനിയിപ്പം കൂടാരത്തിൽ പോകണ്ട, സ്വർഗം തന്നെ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാം. പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ പ്രിയരെ? അപ്പം ഫിസിക്കൽ ആയിരിക്കുന്ന ദൈവരാജ്യം കർത്താവ് ഒരു ദിവസം എസ്റ്റാബ്ലിഷ് ചെയ്യും, സ്ഥാപിക്കും. എന്നാൽ അതിനു മുൻപ് ഈ കർത്താവ് വന്ന് ആത്മീകമായിരിക്കുന്ന രാജ്യത്തെ ഇനാഗ്രേറ്റ് ചെയ്യുന്ന ഇനാഗ്രേഷൻ പ്രസംഗമാണ് 4:17. സ്വർഗരാജ്യം എന്ത് ചെയ്തിരിക്കുക? സമീപിച്ചിരിക്കുക. The heaven has come down. സ്വർഗം വന്നിരിക്കുക. എന്തിനാണ്? ഭൂമിയും സ്വർഗവും ഒരു ദിവസം ഒന്നാകും. പുതിയ ഭൂമിയും പുതിയ ആകാശവും ഒന്നാകും. The heaven and earth will come one day. പക്ഷെ അതിനു മുൻപ് ആത്മീകമായിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾക്കും പ്രവേശിക്കാം. അത് അബ്രഹാമിന്റെ മകനായതുകൊണ്ട്, കൊച്ചുമോനായതുകൊണ്ടല്ല പ്രവേശിക്കുന്നത്. മാനസാന്തരപ്പെട്ടാൽ ഇതിൽ പ്രവേശിക്കാം. പെന്തക്കോസ്ത് ജനിച്ചത് കൊണ്ടല്ല. പിന്നെ എന്താ? മാനസാന്തരപ്പെടണം. പാപങ്ങളെ വിട്ട് ഒരു പുതിയ ജന്മം, ന്യൂ ബർത്ത് ഉള്ളിൽ നടക്കുന്ന ഒരു വ്യക്തി ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. നമ്മുടെ വിശ്വസ്തതയോ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതലോ നമ്മുടെ വിശുദ്ധിയോ ഒന്നും അല്ല ഇതിനെ പ്രേരണ സൂചകമായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. 1:13 പറയുന്നത് God has translated us from the kingdom of darkness to the kingdom of his son. പറഞ്ഞു വായിച്ചു. 1:13 ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. അപ്പൊ വിടുവിച്ചത് ആരാണ്? പറയട്ടെ, കർത്താവാണ് നമ്മളെ വിടുവിച്ച്. അടുത്തത് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്ത് ചെയ്തു? അപ്പൊ വിടുവിച്ചത് ആരാണ്? കർത്താവ്. ആക്കിയത് ആരാണ്? നമ്മുടെ പാർട്ട് എന്തുവാ? നമ്മുടെ പാർട്ട് നാം ചെയ്ത പാപം അല്ലാതെ വേറെ ഒരു പാർട്ടും ഇല്ല. ഇതിന് കാരണമായി തീർന്ന നമ്മുടെ പാപമാണ്. It is my sin that caused me to save me. എന്റെ പാപമായിരുന്നു എന്നെ വിടുവിക്കാൻ വേണ്ടി വന്ന ഏക കാരണം. സമ്മതിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയല്ല കേട്ടോ, നമ്മുടെ വിശുദ്ധിയോ നമ്മുടെ ഒന്നുമല്ല. It is all my sin. എന്റെ പാപം കാരണമാണ് എനിക്ക് അങ്ങനെ അന്ധകാരത്തിൽ നിന്ന് എന്നെ വിടുവിക്കേണ്ട വന്നത്. വിടുവിച്ച് എന്നെ ആക്കി എങ്ങോട്ട്? സ്വന്തം സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്ത് ചെയ്തു? നമ്മളെ ദൈവരാജ്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു?
ആത്മീകമായ ദൈവരാജ്യത്തിൽ നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുക. വി ആർ ഗോഡ്സ് ടെമ്പിൾ. ഇവിടെ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആലയമാണ്. ദൈവം ഇവിടെ വസിക്കുക. ഗോഡ്സ് പ്രസൻസ് ഇസ് ദേർ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഇവിടെ ഇടയിലുണ്ട്. കൊരിന്ത്യ സഭയോട് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ. ഇത് പേഴ്സണൽ അല്ല, ഇത് സഭ കൂടി വരിക്കുമ്പോൾ പറയുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. യു ആർ ഗോഡ്സ് ടെമ്പിൾ. അപ്പോൾ ആത്മീകമായിരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുക. അങ്ങനെ പ്രവേശിച്ചിരിക്കുന്ന നാം എങ്ങനെ ജീവിക്കണം എന്നാണ് മത്തായി 5:6 പറയുന്നത്. അപ്പൊ ഇത് ദൈവരാജ്യത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. ദൈവരാജ്യത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ വേണം ദൈവരാജ്യത്തിൽ കടന്നു വന്ന ഒരു ദൈവം ജീവിക്കാൻ. ഒറ്റ വാക്കി പറഞ്ഞ 4:17 പറയുന്നത് മാനസാന്തരപ്പെടാൻ. ഒറ്റ വാക്കി പറഞ്ഞ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും ജീവിതം. മാനസാന്തരപ്പെട്ടാൽ ജീവിതം മത്തായി 5:6-7 പോലെ. ഓക്കെ, ഇനി നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 7:13 വായിച്ചു. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. യേശുവിന്റെ ഈ പ്രസംഗത്തിന്റെ അവസാനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഞാനൊന്ന് പെട്ടെന്ന് ഓടിച്ച് കാണിക്കാൻ. 13-14 വാക്യങ്ങൾ, 2 വഴിയും 2 വാതിലും അല്ലെ. 15 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ 2 ടൈപ്പുള്ള വൃക്ഷം. ഒന്ന് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം, അടുത്ത എന്താണ്? ആകാത്ത ഫലം കായ്ക്കും. 21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ 2 ടൈപ്പുള്ള ശിഷ്യന്മാർ. ഒന്ന് യേശുവിനെ എന്താ വിളിക്കും? കർത്താവേ കർത്താവേ എന്ന് വിളിക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല? പിതാവിന്റെ ഇതും ചെയ്യത്തില്ല, പക്ഷെ കർത്താവേ എന്ന് വിളിക്കും. ഇനി 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളിൽ 2 ടൈപ്പുള്ള അടിസ്ഥാനം. ഒന്ന് എവിടെ പറഞ്ഞിരിക്കുകയാണ്? പാറമേലും, അടുത്തത് യേശുവിന്റെ പ്രസംഗത്തിന്റെ അവസാനം എന്നെ ഷോക്ക് ചെയ്തു. ഞങ്ങളെപ്പോലുള്ള പെന്തക്കോസ്ത് പാസ്റ്റർമാർ പ്രസംഗത്തിന്റെ അവസാനം ഒന്നും ചൂട് വന്നില്ലെങ്കിൽ പ്രസംഗം വിജയിച്ചില്ലെന്ന് അല്ലേ? അവസാനം ഇച്ചിരി ചൂട് വന്നത് നമ്മൾ ഇന്ന് നല്ലതായിരുന്നു കേട്ടോ. കുറെ പേരൊക്കെ കരഞ്ഞു, കുറെ പേരൊക്കെ കൈയടിച്ചു, ഭയങ്കര അന്യഭാഷയായിരുന്നു. പക്ഷെ ജീസസ് നോക്കിക്കുക, പ്രസംഗത്തിന്റെ അവസാനം ഓപ്ഷൻസ് പറയും. നിങ്ങൾ ഏതിൽ പെടും, ഏത് വഴിയിലുള്ള നിങ്ങൾ നടക്കുന്നത് ചിന്തിച്ചിട്ട് വിടുക. നിങ്ങൾ ഏത് വൃക്ഷമാണ്, ഏത് ടൈപ്പ് ശിഷ്യനാ, എവിടായി പണിതിരിക്കുന്നത്? അടിസ്ഥാനം, വേർ ഇസ് ദ ഫൗണ്ടേഷൻ? എന്നെ ഷോക്ക് ചെയ്തു. അപ്പൊ ഈ വഴി എന്താണ്? ഇടുക്കമുള്ള വഴി, വിശാലമുള്ള വഴി. എന്താ ഇതിന്റെ അർത്ഥം? വാട്ട് ഇസ് ദാറ്റ് മീൻ? ഇടുക്കമുള്ള വഴി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിഫിക്കൾട്ട് റോഡ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയാസമുള്ള വഴി. വിശാലമുള്ള വഴിയോ? പ്രയാസം ഇല്ലാത്ത വഴി. സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ജീസസ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഏത് വഴി കൂടെ നടക്കുന്നത്? In which way you are walking? അപ്പൊ ഇതിന് നമുക്ക് തന്നെ ഒന്ന് ചോദിച്ചൊരു കൺക്ലൂഷൻ ഇന്ന് വരുത്താൻ കഴിയും. ഞാൻ ആ വാക്യങ്ങളോടൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ തന്നെ ഇന്ന് വിചാരിക്കണം, എന്നോട് ആരെ ചിന്തിച്ചത് ഇടുക്ക് വാതിൽ കൂടെ, ഇടുക്ക് വഴി കൂടെ, പക്ഷെ ഞാൻ വിശാല വഴി കൂടെ ആണല്ലോ പോകുന്നതെന്ന് ഒരു ചിന്ത വന്നാൽ പ്രയാസപ്പെടേണ്ട. മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ അടുക്കലേക്ക് സ്തോത്രം. ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കല്ലോ, അയ്യോ ഇന്ന് ആ കുടുംബം ഉണ്ടായിരുന്നു, ഇന്ന് അവർക്കുള്ള ദൂത. അങ്ങനെ ചിന്തിക്കരുത്. അവരുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനല്ല. കർത്താവിന്റെ വചനം എന്നോടും ഇവിടെ കൂടി ഇരിക്കുന്ന നമ്മളെല്ലാവരോടും കർത്താവ് എന്നോട് സംസാരിച്ചു, എന്നോട് അവിടെ ഇടപെട്ടനായി മറ്റുള്ളവരെ എനിക്കറിയില്ല. ടു മീ എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഈ ഡിഫിക്കൽട്ട് ആൻഡ് ഈസി വേ? എന്താ ഇതിന്റെ അർത്ഥം? അപ്പൊ ഇതിന്റെ 15ാമത്തെ വാക്യം നോക്കിക്കേ.
കള്ളപ്രവാചകനെ. അപ്പൊ യേശുവിന്റെ ആ പശ്ചാത്തലത്തിൽ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ആരെന്നറിയാമോ? 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലാണ് ആ കള്ളപ്രവാചകനെ കാണുന്നത്, യേശുവിന്റെ പശ്ചാത്തലത്തിൽ. ഓക്കെ, 5:20. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും നീതി എന്ത് ചെയ്യണം? അപ്പൊ യേശുവിന്റെ കോണ്ടെക്സ്റ്റിൽ ആ സമയത്തുള്ള കള്ളപ്രവാചകന്മാരാരാ? പരീശന്മാരും എല്ലാരും അല്ല കേട്ടോ, പക്ഷെ മിക്കവരും ആരാണ്? പരീശനും ശാസ്ത്രിമാരും. ഓക്കെ, അവരെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങളുടെ നീതി എന്ത് ചെയ്യണം? പരീശന്റെയും ശാസ്ത്രിയുടെ നീതി എന്ത് ചെയ്യണം? കവിയുന്നില്ലെങ്കിൽ. അതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ അർത്ഥം എന്തുവാ? പരീശൻ ആഴ്ച 2 ദിവസം ഉപസിക്കും. അപ്പൊ നമ്മൾ എത്ര ദിവസം ഉപസിക്കണം? കവിയണമെന്നില്ല പറഞ്ഞേ. എത്ര ദിവസം ഉപസിക്കണം? 4 ദിവസം. അതാണോ എന്റെ അർത്ഥം? പരീശൻ കൈ പൊക്കി ഭയങ്കരമായി പ്രാർത്ഥിക്കും, അതിനേക്കാൾ സൗണ്ട് കൂട്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് അതിന്റെ അർത്ഥം. എന്താ ഇതിന്റെ അർത്ഥം? എന്താണ് പരീശന്റെ നീതിയേക്കാൾ നമ്മുടെ നീതി കവിയണം? വാട്ട് ഡസ് ദാറ്റ് മീൻ? അന്നത്തുണ്ടായിരുന്ന യേശുവിന്റെ കോണ്ടെക്സ്റ്റിലുള്ള കള്ളപ്രവാചകന്മാര് ഇവര് കാണിച്ച ആത്മീകത കർത്താവ് അവരെ പൊളിച്ചു വെച്ചു. മത്തായി 23-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം, അന്നത്തെ കള്ളപ്രവാചകന്റെ ഒരു ജീവിതം നോക്കിക്കേ. 28-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് അകമ എന്താണ്? കപടഭക്തിയാ. പക്ഷെ പുറമെ കണ്ടാ തോന്നില്ല. അപ്പൊ ഈ ശിഷ്യന്മാർ ഇവരെ കണ്ടുകൊണ്ടിരിക്കുക, ഇവരെ ഭയങ്കര ഫാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ കർത്താവ് പറയുകയാണ് കള്ളപ്രവാചകനെ സൂക്ഷിക്കണം, ഇവനെ സൂക്ഷിക്കണം. ഈ വെളിയിലുള്ള ഭക്തിയേ ഉള്ളൂ, അകം എന്താണ്? മൊത്തം കപടമാണ്. എന്നിട്ട് 23-ാമത്തെ വാക്യം നോക്കിക്കേ, എന്താ വിഷയം? അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയ കാടുഭക്തിയും അധർമ്മവും നിറഞ്ഞവർ. നിങ്ങൾ തുളസി, ജീരകം ഇവർക്കെല്ലാം കൈത്തു കൊടുക്കും. ന്യായം, കരുണ, വിശ്വസ്തത. ഖനമേറിയതിന് ഇവരെന്ത് ചെയ്യുന്നു അറിയാമോ? അപ്പൊ ഖനമില്ലാത്തതിന് എന്ത് ചെയ്യും? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മേജറിനെ മൈനർ ആക്കി, മൈനറിനെ എന്ത് ചെയ്തു? എന്നാൽ നമ്മുടെ വിഷയം ഇതല്ലേ? ഇല്ലേ? പറ, എന്നല്ലേ നമ്മുടെ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ ഒരു പെന്തക്കോസ്റ്റിലെ വിഷയം അതല്ലേ? മൈനറിനെ എന്ത് ചെയ്തു? മേജറാക്കി. മേജറിനെ എന്ത് ചെയ്തു? ഖനമുള്ള എന്തുവാ അവിടെ എഴുതിയിരിക്കുന്നത്? നീതി, കരുണ, വിശ്വസ്തത. ഈ 3 ഇല്ല, പക്ഷെ ടൈത്ത് മാസം കറക്റ്റ് കൊടുക്കും. ആത്മീയത കണ്ടോ? നീതി കാര്യമില്ല, വിശ്വസ്തത കാര്യമില്ല, പക്ഷെ ടൈത്ത് കറക്റ്റാ. കർത്താവ് പറയുക അത് കള്ളപ്രവാചകന്റെ നീതിയാ, അതിൽ കവിയണം. അതിൽ കവിഞ്ഞില്ല എങ്കിൽ അപകടം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. യു cannot enter God's kingdom. അപ്പൊ അവര് കണ്ടെത്തിയ സൂത്രം എന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് കാണുക എന്ത് ചെയ്യണം? നീതിമാന്മാരെന്ന് കാണിക്കണം. അതിൽ ടൈറ്റ് കൊടുക്കും, അതിൽ ഉറക്ക സ്തോത്രം പറയും. ഇവര് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സമയമില്ല, അവിടെ ഞാൻ പോകുന്നില്ല. 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, ഉപവസിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. ഇവർ കൃത്യമൊക്കെ ദിവസം നോക്കി അവർ ചെല്ലുന്ന ആലയത്തിൽ. ആഴ്ച 2 ദിവസം, തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം ചെല്ലും. എന്താണെന്നറിയാമോ? ആ ദിവസം കൂടുതൽ ആൾക്കാർ. അപ്പൊ കൂടുതൽ ആൾക്കാർ വരുന്ന ദിവസം ഇങ്ങനെ മുഖമൊക്കെ മാടി ഇങ്ങോട്ടങ്ങ് ചെല്ലും. അപ്പൊ ആൾക്കാർ ചോദിക്കും, അച്ഛാ ഉപവാസം വന്നു? ആ, ഞാൻ ഉപവാസം. എല്ലാ ആഴ്ചയും കാണുന്നുണ്ടല്ലോ ഇവിടെ. എല്ലാ ആഴ്ചയും ഞാൻ 2 ദിവസം വേറിട്ട് പിടിച്ചു വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കര ആത്മീയ ഏനുണ്ട്. അപ്പൊ കർത്താവ് പറയുന്നത് നീ ഇങ്ങനെ കറക്റ്റ് സമയം നോക്കി ചെല്ലുകയല്ലേ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. അപ്പൊ അന്നത്തെ ആത്മീയത ഇങ്ങനെ പുറം പൂച്ചിനെ കാണിക്കുന്നുണ്ടെങ്കിൽ അകം പൊള്ളയാ. ഭയങ്കര ശബ്ദമുണ്ട്, പ്രാർത്ഥിക്കുമ്പോ ഒക്കെ എന്താ ശബ്ദമാണ്. പക്ഷെ കർത്താവ് നോക്കിയിട്ട് പറയുകയാണ് ഇതെല്ലാം പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ആത്മീയത കാണിക്കാൻ വേണ്ടി.
കർത്താവെ 119 സങ്കീർത്തനത്തിൽ നീ എഴുതിയിരിക്കുന്ന നീ അറിയത്തില്ലയോ? ചിലർ പ്രാർത്ഥിക്കുന്നില്ലേ? അതിനെ വെച്ച് വായിക്കുന്നത് പ്രാർത്ഥിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷേ ഉദ്ദേശം എനിക്ക് വചനം അറിയാവുന്നത് കാണിക്കാനാണെങ്കിൽ പ്രാർത്ഥന വേണ്ടി പോയിട്ടില്ല. അപ്പം അന്നത്തെ പരീക്ഷനും ശാസ്ത്രിയും എടുത്ത വഴി എളുപ്പമുള്ള വഴി, വിശാലമുള്ള വഴി. കർത്താവ് 7 വഴി കൂടെ നടക്കാൻ പറഞ്ഞ നമ്മളോട് എളുപ്പമുള്ള വഴിയല്ല, വെളിയിൽ കാണിക്കുന്ന ഒരു സംഭവമല്ല, ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്ന ആത്മീയത, ദൈവരാജ്യം ഉള്ളിൽ കടന്നു വന്നു എന്നുള്ള ഒരു ബോധ്യം. ഞാൻ ഇതിലെ കൂടെ ലിനുവിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ നോക്കിയായിരുന്നു, എല്ലായിടവും ക്യാമറയാണ്. വണ്ടി വളരെ ആ സ്പീഡിന് ഒതുക്കിയാ പോകുന്നത്. കാരണം അറിയാം, 1 കിലോമീറ്റർ കൂടി പോയാൽ എന്ത് പറ്റും? ഫൈൻ അടിക്കേണ്ട വരും, ഫ്ലാഷ് അടിക്കും. ഞാൻ ചിന്തിക്കുകയാണ്, ഈ ലോകത്തിലുള്ള ഒരു രാജ്യത്തിൽ ഒരു തെറ്റ് പറ്റിയ ഫ്ലാഷ് അടിച്ചാൽ ദൈവരാജ്യത്തിൽ കടന്നു വന്ന ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ ഒരു തെറ്റായ ചിന്ത പോലും വന്നാൽ പോലും പിടിക്കുന്ന ഒരു രാജ്യമാണ് ദൈവത്തിന്റെ രാജ്യം. സജീവമായിരിക്കുന്ന ദൈവ സാന്നിധ്യമുള്ളതാണ്. ദൈവം ഇറങ്ങി വരുന്ന ദൈവജനത്തോട് തന്റെ ഹൃദയം പങ്കിടുന്ന ദൈവരാജ്യത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഒരു തെറ്റായ ചിന്ത പോലും, ഒരു ഉദ്ദേശം പോലും ഹൃദയത്തിന്റെ അകത്തൂടെ പോയാൽ നീ അത് ചിന്തിക്കുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സജീവമായിരിക്കുന്ന രാജ്യത്തിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. മനുഷ്യരെ പറ്റിക്കാൻ പറ്റും പ്രിയരെ, എന്നാൽ സജീവമായിരിക്കുന്ന അവന്റെ മുമ്പിൽ സകലവും തുറന്നിരിക്കുന്ന, നഗ്നവും മലർന്നുമിരിക്കുന്ന ഈ ദൈവത്തിന്റെ രാജ്യത്തിൽ കടന്നു വന്ന ഒരു ദൈവവൈതലിന് പുറംപൂച്ചിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹൃദയങ്ങളെയും മനസ്സുകളെയും ശോധന ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തിലാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം നമ്മളോട് അവിടെ ഇടപെടുമാറാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശസ്ത്രക്രിയ ചെയ്ത് നമ്മുടെ ഹൃദയങ്ങളെ പണിയുമാറാകട്ടെ. അത് എന്റെ ശബ്ദം കൊണ്ടോ എന്റെ പറയുന്ന ഒരു വാക്കും കൊണ്ടോ സംഭവിക്കുകയില്ല. കർത്താവേ, അടിയങ്ങളുടെ സഭയിൽ അവിടുത്തെ വചനമെടുത്ത് അവിടുത്തെ ആത്മാവ് കല്ലായ ഹൃദയങ്ങളെ നീക്കി മാംസമുള്ള ഹൃദയത്തെ തരുമാറാകണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നു? അന്നത്തെ ആത്മീകരെടുത്ത വഴി വിശാലമുള്ള വഴി. പക്ഷെ അവരെന്തോ ചിന്തിക്കുന്നത്, അവിടെ ചെല്ലുന്ന ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ചെല്ലുന്ന നിത്യതയിൽ ചെല്ലുന്ന. കർത്താവ് പറയുകയാണ് വിശാലമുള്ള വഴിയല്ല, ഇടുക്കമുള്ള വഴി. ഇനി ഞാൻ വഴി കാണിക്കാൻ പോവാണ്. 5:21. കുല ചെയ്യരുതെന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ഇവിടെ കൊല ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കേ. ആരുമില്ലല്ലേ? ആരുമില്ല, എനിക്കറിയാം, ആരുമില്ല. കൊല ചെയ്യാതിരിക്കുന്നതാണോ എളുപ്പം, അതോ സഹോദരനോട് കോപിക്കാതിരിക്കുന്നതാണോ എളുപ്പം? ഏതാ എളുപ്പം? ഏതാ എളുപ്പം? ഏതാ അതാണോ എളുപ്പം? അതാണോ എളുപ്പം? കൊല ചെയ്യാതിരിക്കുന്നതല്ലേ എളുപ്പം. അതുകൊണ്ടില്ല നമ്മൾ ആരും കൊലപാതകളല്ലാത്ത. അത് എളുപ്പം, ആരെയും ഞാൻ കൊല്ലത്തില്ല. പക്ഷെ പാടുള്ളത് ഏതാ? ഇപ്പൊ മനസ്സിലായില്ലേ? പാടുള്ളത് ഏതാ? കൊല ചെയ്യാതിരിക്കുന്നത് വലിയ പാടുള്ള വിഷയമൊന്നുമില്ല. പരീക്ഷനും അതാ പറയുന്നത്. എൻ്റെ ഈ 34-40 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷെ കർത്താവ് ചോദിക്കും, കോപിച്ചിട്ടുണ്ടോ? എളുപ്പമുള്ള വഴി കൊല്ലുന്നില്ല. കർത്താവ് പറയാണ് അതുകൊണ്ട് മാത്രം കാര്യമായില്ല. കൊല ചെയ്യരുത്, അത് പാപമാണ്. അപ്പോൾ തന്നെ കോപിക്കുന്നത് എന്താണ്? ഞാൻ അത് 2 വർഷമുണ്ട്. കോപിക്കുന്നവരെന്ന് പറയുമ്പം യേശു കോപിച്ചായിരുന്നു അല്ലേ? പക്ഷെ അത് പാപത്തിന്റെ എതിരെയായിരുന്നു, ബിസിനസിന്റെ എതിരെയായിരുന്നു കോപിച്ചത്. പക്ഷെ നമ്മുടെ കോപം എല്ലാം എന്തുവാണ്? സ്വാർത്ഥതയിൽ ഉളവാകുന്ന കോപമാണ്.
അല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാതെ? ഈ കോപിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് കേജോ പാസ്റ്റർ പറഞ്ഞ കോപിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്കറിയാം എവിടെ ഈ മാർക്കറ്റ് നടക്കുന്നതെന്ന്. ഭാര്യയുടെ ഇടയ്ക്ക് ഇവിടുത്തെ പോലീസിന് മുമ്പിൽ കോപിക്കാൻ പറ്റും. ലൈസൻസ് കാണിക്കുമ്പോൾ ദേഷ്യപ്പെടും, വിടത്തില്ല. അവർക്കറിയാം ഇത് എവിടെ ഇത് ചെലവാകുന്നറിയാം. നീ താഴോട്ട് വന്നിട്ട് കട്ടിയായിരിക്കുന്ന ഇടുക്കം അതിനെ പിന്നെ നമുക്ക് കാണാം. കോപിക്കരുത്. അടുത്തത് എന്താണ്? സഹോദരനോട് എന്താണ്? പുള്ളി ഒരു ഗുണമില്ല. അമ്മമാരോടും പറയാം, പിള്ളേരെ നോക്കിയിട്ട് എടാ നീ എന്ത്, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ, ഞാനൊക്കെ പഠിക്കുമ്പോ ഭയങ്കര ബുദ്ധിയായിരുന്നു, നിനക്ക് എന്തുവാ, ഇതിന് ഒന്നിനും കൊള്ളത്തില്ലല്ലോ പറയരുത്. ആ പുള്ളി അടുത്ത നിസാര, അടുത്തത് ആട് നോക്കി. നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അടുത്തത് മൂഢ എന്ന് പറഞ്ഞാലോ fit for nothing is a fool. മൂഢൻ. അവനറിയത്തില്ല കാര്യം. കണ്ടോ കിടക്കുന്ന എങ്ങനെയാണ്? എളുപ്പമുള്ള ഏതാ? എളുപ്പം വിശാല വഴി ഏതാ? കൊല ചെയ്യരുത്. പക്ഷെ ഇടുക്കുള്ള വഴി ഏതാ? കോപിക്കരുത്, മൂടാന്ന് വിളിക്കരുത്. പിന്നെ ഈ നാഗം കൊണ്ട് പറയുന്ന കാര്യം നമ്മളെ തീയിലോട്ട് കൊണ്ടുപോകുന്നു. മനസ്സിലായി നമ്മൾ ഏത് വഴി കൂടെ നടക്കുന്നതെന്ന്. അപ്പൊ ഈ അടുത്തത് നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് എളുപ്പം ഏതാ? നിങ്ങൾ പറ. എളുപ്പമുള്ള വഴി ഏതാ? വിശാലമുള്ള വഴി ഏതാ? പറയരുത്. അത് പോയി, അത് കഴിഞ്ഞു. എന്തോ വിശാല വഴി ഏതാ? വിശാല വഴി ഞാൻ പറയട്ടെ. വിശാല വഴി സഹോദരനോട് എതിരെ ഇരുന്നിട്ടും ഇവിടെ വന്ന് സ്തോത്രം വലിയ പാടുള്ള വലിയ എളുപ്പമുള്ള വഴി. എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന പറഞ്ഞു നമുക്ക് സഹോദരനോട് എന്തില്ല, സഹോദരന് നമ്മളോട്. അതാ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം വരുന്നവര്. അവര് നമ്മളോട് ചെയ്തു, ഇവര് നമ്മളോട് ചെയ്തു, അവരെല്ലാം നമ്മളോട് ചെയ്തു. നമ്മൾ വല്ലതും ചെയ്ത് നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? അത് വരുത്തില്ല. ഇപ്പൊ ഒരു പേപ്പർ എന്നിട്ട് ലിസ്റ്റ് എഴുത്, നിങ്ങളെ വിഷമിപ്പിച്ചവരുടെ പേര് ഞാൻ പറയാം. ആ പേപ്പർ നിറച്ച പേരുകളായിരുന്നു. അവര് ഇവര് അങ്ങനെ. ഇതിൽ ഒരെണ്ണം നമ്മൾ ചെയ്ത് വരുത്തില്ല. ഇവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്ന എങ്ങനെ? ഒന്ന് വായിച്ചോ. സഹോദരന് നിന്റെ നേരെ. അപ്പൊ നിന്റെ നേരെ വല്ലതും ഉണ്ടാകാൻ കാരണം എന്താ? നീ കാരണമാ. അത് വരുന്നില്ലല്ലേ ഹൃദയത്തിൽ? എന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ അതേ വരുന്നുള്ളൂ. ഖത്തറിൽ എന്നെ നീ എന്ത് ചെയ്യണമേ? മാനിക്കണേ. അതേ വരുന്നുള്ളൂ. എളുപ്പമുള്ള വഴി വന്ന് ഘോരഘോര പാട്ടുപാടി പ്രാർത്ഥിച്ച് അന്യഭാഷ പറയുന്നത്. ഹൃദയത്തിന്റെ അകത്ത് സഹോദരനോട് ക്ഷമിക്കാത്ത നാം സംബന്ധിക്കുന്നതിന് മുൻപേ പ്രിയരെ, കർത്താവിന്റെ ദാസൻ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹൃദയത്തിന്റെ അകത്ത് ആരോട് എന്തെങ്കിലും കയ്പോ, ഹൃദയത്തിന്റെ അകത്ത് ആരോട് എന്തൊരു നീരസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ആളില്ലെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് കർത്താവെ ഞാൻ ഇന്ന് തീരുമാനിക്കുന്നു, ആ കയ്പ്, ആ നീരസം ഞാൻ ഹൃദയത്തിൽ നിന്ന് മാറ്റി എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ. മറക്കാൻ പറ്റത്തില്ലായിരിക്കും, പറഞ്ഞില്ല. ഇവർ കർത്താവേ എനിക്ക് ക്ഷമിക്കാനുള്ള I want to forgive him. രാത്രികാലം കർത്താവ് അത് ഹൃദയത്തിൽ ചെയ്യട്ടെ. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കർത്താവ് അത് ചെയ്യട്ടെ. Forgiving from our heart. എന്റെ മാവി നല്ലോണം സംസാരിക്കും. പാസ്റ്ററിന്റെ വൈഫാണ്. അപ്പം പപ്പ ആ ചർച്ചിലെ ചർച്ചിലെ വിശ്വാസിയാണ്. അപ്പം സെക്രട്ടറി എന്തോ വിഷയം ഉണ്ടായി, പാസ്റ്ററോട് എന്തോ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് മാവി കയറി എന്തോ പറഞ്ഞു. മാവി പറഞ്ഞു സെക്രട്ടറിയിൽ അങ്ങ് പറഞ്ഞു. അപ്പം അത്
പാസ്റ്ററെ വിട്ടിട്ട് ഇപ്പൊ സെക്രട്ടറി മാവി തമ്മിലുള്ളതായി വിഷയം. അപ്പൊ ഇത് ഒത്തുതീർപ്പ് കേൾക്കാൻ വേണ്ടി പപ്പ പറഞ്ഞ് നീ വേണ്ടെന്നൊന്നും പറയരുത്, നീ വീട്ടിലോട്ട് പോകാൻ. ഞാൻ ആ പുള്ളിയെ വിളിച്ചിട്ടുണ്ട്, പുള്ളിയോട് നീ ദൈവം അച്ഛനോട് ക്ഷമിക്കുന്നത്. ഓക്കെ ബാബു നീ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു. സെക്രട്ടറി വന്നു, അമ്മാമ്മയും പോണ്ട്. അപ്പം പപ്പ വെച്ചു, റോസമ്മേ നീ വാ തുറന്നു ക്ഷമിച്ചത് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു അച്ഛാ ഞാൻ ആ ചൂടിൽ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു ക്ഷമിക്കും. പുള്ളിക്കാരൻ പറഞ്ഞു ഞാനൊരു ചൂടിലൊക്കെ പറഞ്ഞു അമ്മാമ്മ എന്നോട് ക്ഷമിക്കും. രണ്ടുപേരും ക്ഷമിച്ച് കപ്പയും കഴിച്ച് പോയി കഴിഞ്ഞപ്പം റോസമാമ എൻ്റെ മാവി എൻ്റെ പപ്പയോട് പറഞ്ഞത്, ബാബു ഞാൻ വായം കൊണ്ട് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. 10 വയസ്സുള്ള എനിക്ക്, പക്ഷെ എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. വായം കൊണ്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും വിശാല വഴിയാ പോകത്തില്ല. We won't make it. ഇത് ഞാന് നമ്മൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് തിരുമേശയ്ക്ക് ശോധനയുണ്ട്. ഒരു തകർന്ന ഹൃദയത്തോടെ യേശുവിന്റെ ആണി, യേശുവിന്റെ ചോര, അതൊന്നും ഇമോഷണലായിട്ട് നമ്മളൊന്നും ഇതിൽ കൈ വെക്കരുത്. കർത്താവെ അവിടുത്തെ രാജ്യത്തിലേക്ക് വരെ ഒരു യോഗ്യതയില്ല കർത്താവെ. ഹൃദയത്തിന്റെ പാപങ്ങളെ നീക്കി എന്നെ അവിടുത്തെ തിരുരക്തത്താൽ എന്നെ കഴുകി എന്റെ ഹൃദയത്തെ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് ഒരു തകർന്ന ഹൃദയത്തോടെ പറയാൻ ഇത് കഴിയുമോ? ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിച്ചു. ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുമാറാകട്ടെ. അടുത്തത് 27-ാമത്തെ വാക്യം. വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു. പരീക്ഷൻ പറയുന്നത് ഞാൻ എന്റെ ഈ 30 വർഷ ജീവിതത്തിൽ ഒരു സ്ത്രീയെയും എന്റെ ഭാര്യ ഒരു സ്ത്രീയുടെ അടുക്കൽ ഞാൻ പോയിട്ടില്ല എന്ന് നല്ലൊരു പരീക്ഷം പറയും. അത് വിശാലമായി, അത് പാടില്ല. കുടുംബജീവിതത്തിൽ വിശ്വസ്തത പുലർത്തണം, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. അപ്പോൾ തന്നെ അടുത്ത പറഞ്ഞിരിക്കുന്ന ഇടുക്ക് വഴികളിലും സ്ത്രീയുടെ അടുക്ക പോകുന്ന മാത്രമല്ല അവളെ നോക്കുന്ന. നമ്മളോട് ചെന്ന് ചോദിക്കണം, ഐ ആം ബീങ് ഫെയ്ത്ത്ഫുൾ ടു മൈ വൈഫ്. ഞാൻ എന്റെ ഭാര്യയോട് വളരെ ഫെയ്ത്ത്ഫുൾ ആണ്, ഒരു സ്ത്രീയുടെ അടുക്കൽ ഞാൻ പോയിട്ടില്ല. പ്രൈസ് ഗോഡ്. അങ്ങനെ തന്നെ വേണം അവസാനം മരണത്തോളം. എന്നാൽ ചോദ്യം, ഹൗ അബൌട്ട് ദി ഹാർട്ട്? ഹൃദയം. How is our eyes? കണ്ണ്. നമ്മൾ ചിന്തിക്കരുത് ചെറുപ്പക്കാർക്ക് ഇത് കൂടുതൽ വിഷയം. പ്രായം കൂടുന്നതനുസരിച്ച് ഇത് പ്രശ്നം കൂടുതലേ ഉള്ളൂ. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മള് ചിന്തിക്കരുത് പ്രായമുള്ളവർക്ക് ഇത് പ്രോബ്ലം ഒന്നും അല്ലെന്ന്. അങ്ങനൊന്നും അല്ല. സ്വത്രം ചെറുപ്പക്കാർക്ക് ഉള്ളതിന്റെ കൂടുതലേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ മോനെ നിനക്ക് അങ്ങനെ അറിയാം, ഞാൻ ചോദിച്ചിട്ടുണ്ട്. The drive is more to elderly people. അതുകൊണ്ട് ഇതിൽ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്ക് വിശാലമായ വഴി കൂടെ പോയാൽ മാത്രം പറ്റത്തില്ല കർത്താവേ, എനിക്ക് ഇടുക്കുവാതിൽ കൂടെ പോകണം. I want to walk in that narrow path. എന്റെ കണ്ണുമായിട്ടൊരു നിയമം കർത്താവ് എനിക്ക് ചെയ്യണം. എന്റെ മൊബൈലുമായിട്ടൊരു നിയമം എനിക്ക് ചെയ്യണം. എന്റെ സോഷ്യൽ മീഡിയയുമായിട്ട് എനിക്കൊരു നിയമം ചെയ്യണം. ഞാൻ ആ വിഷയം അവിടെ വിടുക. അടുത്തത്, എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. കർത്താവ് എന്തോ സീരിയസ് ആണ്. നോക്കിക്കേ, കണ്ണ് ഇടർച്ച വരുന്നു. ഇടർച്ച എന്ന് വേർഡ് സ്കാൻഡലൈസോ എന്ന് പറഞ്ഞാല് ട്രിപ്പ് ചെയ്യുക, സ്ലിപ്പ് ആക്കി പോകും. അപ്പൊ കണ്ണ് ഇടർച്ച വരുത്തുന്ന മനസ്സിലായാലും അതിന് എന്ത് ചെയ്യണം? അതിന് വെച്ചോണ്ടിരിക്കല്ലേ അതിനെ. അപ്പൊ പിന്നെ എല്ലാവരും അന്തരായി പോകത്തില്ലേ? അതിന്റെ അർത്ഥം അതല്ലേ, എടുത്തുകള. യു ഷുഡ് ബി സോ സീരിയസ് അബൌട്ട് ഇറ്റ്. അത് പോയാലും യേശുവിന്റെ കാര്യം പറഞ്ഞ തൽക്കാലം ഒരു സ്വീറ്റ് പ്ലഷർ, അതിനു വേണ്ടി
വലിയ കാര്യത്തെ വിട്ട് അഭക്തനായിരിക്കുന്ന യേശുവിനെ പോലെ ആവരുത്. തൽക്കാലം few minutes of pleasure. പാപത്തിന് ഭയങ്കര പ്ലഷറാണ് പ്രിയരെ. ആ പ്ലഷർ ഭയങ്കര സ്ട്രോങ് ആണ്. ആ തൽക്കാലമായിരിക്കുന്ന പ്ലഷറിനെ കർത്താവേ ഞാൻ ആ ടെംപ്റ്റേഷൻ കൂടെ പോകുന്നു, അവിടുന്ന് വചനത്തിൽ കൂടെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ടെംപ്റ്റേഷൻ കൂടെ പോയാൽ അങ്ങ് സഹായിക്കും. ഐ ഗിവ് മൈ സെൽഫ്, ഞാൻ എന്നെ തന്നെ തരുന്നു. റോമർ 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്, ദൈവത്തിന്റെ മനസ്സലിവ് നമ്മുടെ നാട്ടിൽ നിന്ന് കത്തറി വന്നതല്ല കേട്ടോ. ദൈവത്തിന്റെ മനസ്സലിവ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നതാ. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് വന്നതാ. ദൈവം നമ്മളോട് കാണിച്ച മനസ്സലിവ്. നമ്മുടെ പാപം കാരണം നാം നരകത്തിൽ പോകേണ്ടവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മളെ നീതീകരിച്ചതാണ് ദൈവത്തിന്റെ മനസ്സലിവ്. ആ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചത് by the mercies of God offer your bodies as a living sacrifice. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ശരീരങ്ങൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കയ്യും കണ്ണും മാത്രമല്ല. അടുത്ത പദം നിങ്ങളുടെ മനസ്സ് പുതുക്കി. അപ്പൊ മനസ്സുകൊണ്ടല്ലേ, കയ്യും കാലും മാത്രമല്ല, കണ്ണും മാത്രമല്ല, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ എംബിഷൻ എല്ലാവും കർത്താവേ തിരുമുമ്പിൽ വെക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ യാഗമായി വെക്കുന്നു. അല്ലേ ആരാധന എന്ന് പറയുന്നത്? അതാണ് ആരാധന. A.W. Tozer എന്ന് പറഞ്ഞൊരു ദേവദാസൻ പറഞ്ഞത്, if a man is not worshipping 7 days, he is not worshipping 2 hours in a one day. ഒരാൾ 7 ദിവസം ആരാധിക്കുന്നില്ലെങ്കിൽ ഞായറാഴ്ചയോ വെള്ളിയാഴ്ച ദിവസം 2 മണിക്കൂർ വന്ന് ചെയ്യുന്നതല്ല ആരാധന. വർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. അത് ജീവിത ശൈലിയാണ്. അത് കൈ കൊട്ടിയില്ലെങ്കിലും പാട്ട് പാടിയില്ലെങ്കിലും എന്റെ മനസ്സിനെ, എന്റെ ജീവിതത്തെ യാഗമായി സമർപ്പിക്കുന്നതത്രേ ആരാധന എന്ന് പറയുന്നത്. ഒരു പ്രായമുള്ള ഒരു ദേവദാസൻ എന്നെ കറക്റ്റ് ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മോനെ, യോഗം നിർത്തി എന്ന് പറയണം, ആരാധന നിർത്തിയില്ല. യോഗം നിൽക്കും. ഇപ്പൊ 6:30 ആകുമ്പോൾ അല്ലെങ്കിൽ 7 മണിയാകുമ്പോൾ. എന്നാൽ ആരാധന യോഗം കഴിഞ്ഞാലും ഉണ്ട്. ആരാധന നാളെ രാവിലെയും ഉണ്ട്. ആരാധന എന്റെ ജീവിതം കൊണ്ട് ചെയ്യുന്നതാ, അല്ലാതെ എന്റെ കൈയും എന്റെ വായും മാത്രം വരുന്നതല്ല. It is my life entirely offering before the altar. ഇനി അടുത്തത് നരകത്തിൽ. ഓക്കെ, ഇനി മുമ്പോട്ട് പോകാം നമുക്ക്. 32 വാക്യം, 5:32. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അറിയിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. ഏതാ എളുപ്പം? ഏതാ വിശാല? നമ്മൾ ചിന്തപ്പെടരുത്. വിശാല വഴി ഏതാ? കണ്ണിന് പകരം കണ്ണും. അതിൽ എളുപ്പം? എളുപ്പമല്ലാത്ത ഏതാ? ഇടുക്കമുള്ളത് ഏതാ? അടിക്കുന്നവന് കൊടുക്കുക. എന്നിട്ട് 43-ാമത്തെ വാക്യം. 43-ാമത്തെ വാക്യം. ശത്രുവിനെ ഭയക്കായെന്ന് അറിയിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതല്ലേ ഇടുക്കമുള്ളത്? വിശാലമുള്ളത് ഏതാ? പല്ലിന് പകരം പരീക്ഷണങ്ങൾ. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം. എന്നാൽ ഇടുക്കമുള്ള വഴി ഏതാണെന്നറിയാമോ? യു ആർ നോട്ട് റെസിസ്റ്റിംഗ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു ദിവസം ഞാൻ വൈകിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വണ്ടി ഉണ്ട്. ഞാനിങ്ങനെ വണ്ടി സ്ലോ ആയിട്ട് വരികയാണ്. ഓപ്പോസിറ്റ് വേറൊരു വണ്ടി വരും, അത് സ്ലോ ആണ്. പക്ഷെ ഐ ബീമ ഫുൾ ലൈറ്റ് ഇട്ടിരിക്കുക. എൻ്റെ കണ്ണിന് അത് വല്ലാതെ അതൊരു അസ്വസ്ഥത കൊണ്ട് ഞാനും എന്ത് ചെയ്തറിയാം, ഐ ബീമ കിട്ടും. എന്നിട്ട് വണ്ടി ഇച്ചിരി സ്ലോ ആക്കി. എന്തിനാ അറിയാം? അവനത് കൊള്ളണം. അത് ചെയ്ത് കഴിയുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര. കണ്ണിന് പകരം. പക്ഷെ നമ്മൾ ഇച്ചിരി കൂടെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കത്തില്ല, പിന്നെ നമ്മൾ കർത്താവിന്റെ കയ്യിൽ കൊടുത്തിരിക്കുക. എന്തിനാ? ഇപ്പൊ നമ്മളോട് എതിരെ എന്തെങ്കിലും ഒരാളെന്ന് പറഞ്ഞാൽ, നമ്മുടെ എതിരെ എന്തോ പറഞ്ഞു, ആ പോകുന്ന വഴിക്ക് തെന്നി അടിച്ചു വീണു, നമ്മളെന്ത് പറയും? എനിക്ക് അന്നേ അറിയാം കർത്താവ് കൊടുക്കും. വിശുദ്ധന്മാരുടെ എതിരെ സംസാരിച്ചാൽ നമ്മൾ എവിടെ നിന്ന് പഠിച്ചതൊക്കെ?
കർത്താവിന്റെ എതിരെ എന്തൊക്കെ ആൾക്കാർ ചെയ്തു അല്ലേ? കർത്താവിന്റെ അത്ര നീതിമാന്മാരെ ആരും ഇല്ലല്ലോ നമ്മളായി. കർത്താവിന്റെ എതിരെ ആരൊക്കെ നിന്നു? പക്ഷെ നമ്മൾ പഴയ നിമിത്തം യോശുവോട് പറഞ്ഞത്, ഇസ്രായേലിനോട് പറഞ്ഞൊക്കെ എടുക്കുന്നത്, നിന്റെ മുമ്പാകെ ആയുഷ്കാലം മുഴുവനും ആരും കർത്താവിന് മുമ്പ് എന്തൊക്കെ എത്ര പേരൊക്കെ നിന്നു. നമ്മൾ ആ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ആ വാക്യങ്ങളൊക്കെ കാണും. പൗലോസിന്റെ എതിരെ എത്ര പേര് നിന്നു? അപ്പൊ ഇവിടെ എത്രയൊക്കെ പ്രശ്നം സഹോദരങ്ങളോടും അതിര് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി സൂപ്പറായിട്ട് ആരാധിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഒരു മറ്റേ പുള്ളി മർത്തോമക്കാരനായിരിക്കും. ആ പറയടാ, നീ എന്തിനാ എന്നോട് വേണം, നീ അങ്ങ് എടുത്തോ, 2 സെന്റ് നീ അങ്ങ് എടുത്തോ. പക്ഷെ ഈ പുള്ളി 2 സെന്റല്ല 5 വേണം. പക്ഷെ സൂപ്പർ ആരാധന. ഞാനിതെല്ലാം പറഞ്ഞത്, ഞാൻ ഈ മർത്തോമക്കാരൻ്റെ അടുത്ത് സുവിശേഷം പറയുമ്പോൾ പുള്ളി മോൻ ആദ്യം അവനെ പോയി ശരിയാക്കാൻ പറയും. ഞാൻ ഇത് സുവിശേഷം പറയാൻ പറ്റില്ല. ഞാൻ പറയാം, അച്ഛാ സുലൈമാനി വല്ലോണ്ടെങ്കിൽ എന്നോട് പറഞ്ഞതാണ് നാട്ടിൽ മോൻ ആദ്യം വെച്ചത് അവനോട് നേരെയാക്കാൻ പറ, അവനൊന്ന് നേരെയാക്കും, എന്നിട്ട് ഞാൻ നിന്റെ പള്ളിയിൽ ഞാനുണ്ട്. അത് വാട്സപ്പിലായിക്കൂടെ, അത് ചിലര് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്ത് കളയും. സമാധാനത്തോടെ കിടക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടേ കിടക്കാൻ പറ്റത്തുള്ളൂ. പാടില്ല പ്രിയരെ. ജീസസിന്റെ മാർഗം നോക്കിക്ക്, ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് കർത്താവ് ചുമ്മാ പ്രസംഗിക്കുമായിരുന്നു. അല്ല, 2 കൈയും കാലും ആണിയിൽ അടിച്ച് തറച്ചിരിക്കുമ്പോഴും തന്റെ എതിരോട് സംസാരിച്ചോട് പറയാം, ഫാദർ ഫോർഗിവ് ദം, അവരോട് ക്ഷമിക്കണേ. പ്രസംഗിക്കാൻ എളുപ്പമാണ് പ്രിയരെ. കർത്താവ് കാണിച്ചു തന്നു. അപ്പൊ എന്തോ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന 6:9 തൊട്ടുണ്ട്. എനിക്ക് ഇവിടെ കുറെ മീറ്റിങ്ങുണ്ടല്ലോ. അപ്പൊ ഞാൻ ആ പ്രാർത്ഥന ഞാൻ ഇടയ്ക്ക് യോഗങ്ങൾ കൊണ്ടുവരാം. 6:9 തൊട്ടുള്ള പ്രാർത്ഥനയുണ്ട്. പറഞ്ഞ ആവശ്യമില്ല, നമുക്ക് സമയം കഴിഞ്ഞു. അവിടെ ഉണ്ട്. നമ്മൾ ഏതായാലും സമുദായക്കാർക്ക് കൊടുത്ത പ്രാർത്ഥന ഏതാ? പ്രൊഫസനായ സമുദായക്കാർക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. സ്വർഗസ്ഥനായ എന്റെ പിതാവ് എന്നാ ഞങ്ങളുടെ പിതാവ് എന്താ? ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധം മാത്രമല്ല, പിന്നെ ആരോടുള്ള ബന്ധമാണ്? അതിന്റെ അർത്ഥം സഹോദരങ്ങളോട് ശരി ബന്ധമില്ലെങ്കിൽ ദൈവത്തോട് ബന്ധം കപടഭക്തിയാണ്. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്നല്ല, ഞങ്ങളുടെ കോർപ്പറേറ്റാണ്. എന്റെ സഹോദരന്റെ ബന്ധം ശരിയല്ല എങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്നല്ലേ ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ഇനി 44, 43, 44. കൂട്ടുകാരനെ സ്നേഹിക്കാനും ശത്രുവിനെ പകയ്ക്കാനും പഠിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എന്തോ പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ, അവനെ ഖത്തറിൽ നിന്ന് ബഹ്റൈനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണേ. അതാണോ എന്തോ പ്രാർത്ഥിക്കണ്ടേ? ഇതാ 6:9-10 ദൈവരാജ്യം ആ വ്യക്തിയുടെ ഉള്ളിൽ വരണമേ കർത്താവേ. ദൈവം അവിടുത്തെ സ്വർഗത്തിൽ അവിടുത്തെ ഇഷ്ടം നടക്കുന്നത് പോലെ എന്നെ ഉപദ്രവിക്കുന്നതിന്റെ ഭവനത്തിൽ അവിടുത്തെ ഇഷ്ടം നടക്കണേ കർത്താവേ. അങ്ങേ അറിയുവാൻ പിതാവേ, അങ്ങേ അറിയുവാനുള്ള ആത്മിക കണ്ണിനെ അവന് തുറന്നു കൊടുക്കണമേ കർത്താവേ. അതാ പ്രാർത്ഥിക്കണ്ടേ, അതാ ട്രാൻസ്ഫർ ചെയ്യാനല്ല. നമ്മുടെ പ്രാർത്ഥനയുടെ ഡയമെൻഷനെ മാറണം പ്രിയരെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ ഇടയിൽ പല ദുരുപദേശം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റോങ് ടീച്ചിങ്സ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ വന്നിരിക്കുക. ചെറുത്തു നിൽക്കുന്ന അഭിഷേകം എന്ന് പറഞ്ഞാൽ നിന്റെ എതിരെ ആരും നിൽക്കത്തില്ല, നീ അത് ചെറുത്തു നിൽക്കുന്ന അഭിഷേകം. ജീസസിന് ഇല്ലായിരുന്നല്ലോ ചെറുത്തു നിൽക്കുന്ന അഭിഷേകം. യേശു നസറത്തിന്റെ പള്ളിയിൽ പോയി പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന് തള്ളിയിടാൻ വേണ്ടി നോക്കി. യേശു അതിന്റെ ഇടയ്ക്കൂടെ പോയി. അപ്പൊ പ്രിയരെ, ഇത് കാര്യം മനസ്സിലാക്കണം. അവർ പ്രേയർ ഷുഡ് ചേഞ്ച് കംപ്ലീറ്റ്ലി. അപ്പൊ ഇടുക്കുവതിൽ കൂടെ പോകുന്ന ഒരു വ്യക്തി തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവരാജ അവന്റെ ഭവനത്തിൽ കണ്ടത്. ദൈവം പിതാവാണെന്നുള്ള വെളിപ്പാട് ആ മനുഷ്യന് കൊടുക്കണേ കർത്താവേ. അങ്ങനാണെങ്കിൽ അവൻ എന്നെ ഉപദ്രവിക്കാൻ നിർത്തുമല്ലോ, അവിടുത്തെ നാമം മഹത്വപ്പെടുമല്ലോ. ഹല്ലേലൂയ. പക്ഷെ എളുപ്പമുള്ള വഴി ഏതാ?
കൂട്ടുകാരനെ സ്നേഹിക്കുന്നത് ഏറ്റവും എളുപ്പം അല്ലേ? കൂട്ടുകാരനെ സ്നേഹിക്കുന്നതാണ് വിശാലമുള്ള ഇടുക്കുള്ള വഴി ഏതാ? കൂട്ടുകാരനെ സ്നേഹിക്കുമ്പോൾ തന്നെ ശത്രുവിനെയും സ്നേഹിക്കും. ഈ അടുത്തത് 2-3 വാക്യം വായിച്ചിട്ട് നോക്കുന്നത്. വായിച്ചു. 44. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിതാവിനെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവർ ദുഷ്ടന്മാരുടെ മേലിലും നല്ലവരുടെ മേലിലും സൂര്യനെ ഉദിപ്പിക്കുകയും. അവിടെ പദം കണ്ടോ? വളരെ ഇമ്പോർട്ടന്റ്. ബൈബിൾ ഓരോ വേർഡ് ഇമ്പോർട്ടന്റ്. ആരുടെ സൂര്യനാ? തന്റെ സൂര്യനെ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു നിമിഷം ഞാൻ ഈ വാക്യം ഇങ്ങനെ ധ്യാനിച്ചപ്പോ ഞാൻ ഇത് എന്റെ സൂര്യനായിരുന്നെങ്കിലോ? എന്റെ സൂര്യനായിരുന്നെങ്കിൽ ശത്രുക്കളുടെ എതിരെ ഉദിപ്പിക്കുമായിരുന്നു. അവന് ഇരുട്ട് വന്ന് അവനവിടെ അവസാനം എന്നോട് പറയും, ഇച്ചിരി സൂര്യൻ ഇതാ. ഇവിടെ കർത്താവിന്റെ ആ ക്യാരക്ടർ നോക്കിക്ക്. ദൈവമില്ല എന്ന് പറയുന്നവന് സൂര്യനെ കൊടുക്കുക, ദൈവത്തിന്റെ എതിരെ ചെയ്യുന്നവനും സൂര്യനെ കൊടുക്കുന്ന, മഴയെ കൊടുക്കുന്ന ഈ ദൈവത്തിന്റെ പുത്രന്മാരായി തീർന്ന ആ ഇടുക്ക് വഴിയിൽ കൂടെ നിങ്ങൾ പോവേണ്ടതിന്. 47-ാമത്തെ വാക്യം, 46-ാമത്തെ വാക്യം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? അപ്പൊ ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ നീതിയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് പരീക്ഷന്റെ നീതിയൊക്കെ വേണം. ചുങ്കക്കാരുടെ നീതിയല്ല വേണ്ടത്, പരീക്ഷന്റെ നീതിയല്ല വേണ്ടത്. ചുങ്കക്കാരനും പരീക്ഷനും ഒക്കെ തന്നെ സ്നേഹിക്കുന്നവർക്ക് പ്രൈസുകൾ കൊടുക്കും. അവർക്ക് പ്രൈസ് കൊടുക്കും. പക്ഷെ മുഖം കൊടുക്കാത്ത പുള്ളി ഇങ്ങനെ ഞായറാഴ്ച വരുമ്പോൾ മോൻ പോലും തരുന്നില്ല. നമ്മളെന്തിനാ പോയി പ്രൈസുകളൊക്കെ പറഞ്ഞു. അടുത്തത്, സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ല. ഇപ്പൊ ജാതികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ജാതികളും അങ്ങനെ ചെയ്യുന്നുണ്ട്, പരീക്ഷന്മാരെങ്ങനെ ചെയ്യുന്നുണ്ട്, പിന്നെ ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ നീതി അല്ല വേണ്ടത്, ആ നടപ്പല്ല വേണ്ടത്. യേശുവിന്റെ നടപ്പ്, യേശു മാതൃക, അത് ഇടുക്കമുള്ള മാതൃക. ഇവിടെ നടക്കാനില്ല. ഇനി 48-ാമത്തെ വാക്യം. സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം? എന്താ സൽഗുണ പൂർണ്ണത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ആത്മീയത കേവലം പരീക്ഷന്മാരെ പോലെ വെളിയിലല്ല, ചുങ്കക്കാരെ പോലെ വെളിയിലല്ല, ജാതികളെ പോലെ വെളിയിലല്ല. The true spirituality is from inside to outside. അകത്തുനിന്ന് വെളിയിൽ വരുന്ന ആ യഥാർത്ഥമായിരിക്കുന്ന സ്പിരിച്വാലിറ്റി. That is the meaning of perfect. Perfect എന്ന് പറഞ്ഞാൽ പിതാവിനെ പോലെ നമുക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റത്തില്ല. It won't happen. എന്താ ഈ പെർഫെക്റ്റ്? ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, അകവും വെളിയും ഒരേ ആത്മീയത. സ്പിരിച്വൽ, ട്രൂ സ്പിരിച്വൽ, ജെന്യുവൻ സ്പിരിച്വൽ. ആ ഇടുക്ക് വഴി കൂടെ പോകാൻ ആഗ്രഹിക്കും. കർത്താവേ, ഞാൻ കൊല ചെയ്തിട്ടില്ല, പക്ഷേ കോപി, എൻ്റെ സ്വയത്തിൽ നിന്ന് വരുന്ന കോപം മൂടായി ഒന്ന് വിളിക്കുന്നു. എൻ്റെ വായിൽ കൂടെ ആ കോപം വരുമ്പോൾ കൺട്രോൾ ഇല്ലാതെ പോകുന്നത്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ലോർഡ്. ഐ വാണ്ട് ടു ചൂസ് ദാറ്റ് നാരോ വേ. എനിക്ക് ആ ഇടുക്ക് വഴി കൂടെ. 6-ാമത്തെ വാക്യം, 6:24. രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താലോ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. മറ്റവനെ എന്ത് ചെയ്യും? സ്നേഹിക്കും. അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ എന്ത് ചെയ്യാൻ പറ്റില്ല. എളുപ്പം എന്താണെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കും, മാമോനെ. അതെങ്ങനെ? കർത്താവ് പറഞ്ഞത് നടക്കത്തില്ലെന്ന്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ച വഴി, ഈ മാമോനെ കിട്ടാൻ വേണ്ടി ആരെ സേവിക്കും? ജീസസ് ഇസ് നോട്ട് ദി എൻഡ്, ജീസസ് ഇസ് ദ മീൻസ് ടു ദ എൻഡ്. എന്ന് പറഞ്ഞാല് യേശു മാർഗമാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ. എന്തിനാ ജീസസിനെ വിളിക്കുന്നത്? ലക്ഷ്യം എന്താ? മാമോന. ഈ മാമോനെ എത്താൻ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആരാ?
ഏറ്റവും ബെസ്റ്റ് കാര്യമല്ല ജീസസിനെ പിടിക്കുക. ഇപ്പൊ ജീസസ് പറയുന്ന കാര്യങ്ങളും ജീസസ് പറഞ്ഞ പ്രാർത്ഥന അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ ഇത് കിട്ടുമോ? മാമോൻ ഇതായിരുന്നു. പക്ഷെ എന്റെ മാർഗവും എന്റെ ലക്ഷ്യം അങ്ങ് മാത്രമായിരിക്കട്ടെ. എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എന്റെ ജീവിതം, അല്ലെങ്കിൽ എന്റെ കുടുംബ ജീവിതമായിട്ട്, എന്റെ ശുശ്രൂഷയായിക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഡിസൈർ ചെയ്യുന്നത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഐ വാണ്ട് യു ലോർഡ്, എനിക്ക് അങ്ങേ പ്രാപിക്കണം. പുതിയ നിയമത്തിലെ ട്രൂ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ധാരാളം ധനം ശേഖരിക്കുന്നതല്ല. പുതിയ നിയമത്തിലെ ട്രൂ പ്രോസ്പെരിറ്റി യേശുവിനെ എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിലാക്കി, how Jesus has become in me. അതാണ് ട്രൂ പ്രോസ്പെരിറ്റി. അതാണ് ഇടുക്കമുള്ള വഴി. ഞാൻ യേശുവിനെ എത്ര എൻ്റെ ഉള്ളിലാക്കി, യേശുവിന്റെ സ്വഭാവം എന്നിൽ എത്ര വന്നു എന്നാണ് ട്രൂ പ്രോസ്പെരിറ്റി, യഥാർത്ഥമായിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപേ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്തിട്ട്, കർത്താവേ, ഞാൻ ഇടുക്കമുള്ള വഴി കൂടെയാണോ സഞ്ചരിക്കുന്നത്, ഞാൻ വിശാലമുള്ള വഴി കൂടെയാണോ സഞ്ചരിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ പ്രിയരെ. ഒരു ആത്മാർത്ഥമായിരിക്കുന്ന ഒരു ശോധന. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ അവിടുന്ന് ഈ വചനം അവിടുന്ന് കൊണ്ടുവന്ന് നമ്മളൊന്ന് ശോധന ചെയ്യട്ടെ, നമ്മളൊന്ന് എക്സാമിൻ ചെയ്യട്ടെ. യേശുവേ, അങ്ങെപ്പോലെ എനിക്ക് ആകണം. ഐ വാണ്ട് ടു ബിക്കം ലൈക്ക് യു. എനിക്ക് വിശാല വഴി പോകണ്ട കർത്താവേ. ഐ വാണ്ട് ടു വാക്ക് ഇൻ ദ നാരോ വേ. It is difficult. എനിക്ക് പ്രയാസമാണ് പലപ്പോഴും. But Lord, your grace is sufficient. അവിടുത്തെ കൃപ എനിക്ക് മതി. Your grace is sufficient. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപ എനിക്ക് ഈ മരുഭൂമി യാത്രയിൽ തളർന്നു പോകാതെ, ഈ മരുഭൂമി യാത്രയിൽ ഞാൻ പട്ടുപോകാതെ, ഈ മരുഭൂമി യാത്രയിൽ ഞാൻ ഹല്ലേലൂയ കർത്താവേ, ഞാൻ ഇടയ്ക്ക് വെച്ച് നിന്നു പോകാതെ അവിടുത്തെ കൃപ എന്റെ നിറയ്ക്കുമാറാകണമേ. ഒരു നിമിഷം എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാണ്. യേശുവേ, നിന്റെ